ഹായ് ഓൾ, അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് നിങ്ങൾ റിക്വസ്റ്റ് ചെയ്ത ഒരു വീഡിയോ ആയിട്ട് തന്നെയാണ്. നിക്കാഹ് നമ ഫ്രെയിം എല്ലാവർക്കും ഇപ്പോൾ അറിയുന്നുണ്ടാവും, ഏകദേശം ആൾക്കാർക്കും അറിയുന്നുണ്ടാവും. അപ്പോൾ അതിൻ്റെ ബുക്ക്ലെറ്റ് എങ്ങനെ ചെയ്തെടുക്കാം എന്നുള്ളതാണ് കേട്ടോ ഈ ഒരു വീഡിയോയിൽ പറയുന്നുള്ളത്. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോയിൽ നിക്കാഹ് നമ ബുക്ക്ലെറ്റിൻ്റെ A to Z കാര്യങ്ങളും കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് എഡിറ്റിങ്ങിൽ നിന്ന് തന്നെ തുടങ്ങാം. അപ്പോൾ പിൻട്രസ്റ്റ് ഓപ്പൺ ആക്കിയിട്ട് അതിൽ നിക്കാഹ് നമ ടെംപ്ലേറ്റ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ടെംപ്ലേറ്റ്സ് അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ ഏത് ക്ലോത്താണോ ഇതിനു വേണ്ടി ചൂസ് ആക്കുന്നതെന്ന് വെച്ചാൽ ആ ഒരു ബോർഡർ വരുന്ന ടെംപ്ലേറ്റ് നമുക്ക് സെലക്ട് ചെയ്യാം. അതുപോലെ തന്നെ നമുക്കിതിലേക്ക് വേണ്ട കാലിഗ്രഫി മീൻസ് ബിസ്മില്ല, പിന്നെ അതുപോലെ തന്നെ മാരേജിൻ്റെ കൊടുക്കുന്നതുണ്ടല്ലോ, ഞാനിതിൽ ജസ്റ്റ് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ഫസ്റ്റ് പിൻട്രസ്റ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് വെക്കാം. അതിനുശേഷം പിക്സാർട്ട് യൂസ് ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ ചെയ്യാറുള്ളത്. ഞാൻ ക്യാൻവ ഉപയോഗിക്കാറില്ല, മുമ്പ് ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ പിക്സാർട്ടിൽ പ്രൈം മെമ്പർഷിപ്പൊക്കെ എടുത്തിട്ട് അത് തന്നെയാണ് എനിക്ക് ബെറ്ററായിട്ട് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് മാത്രമാണ്. നിങ്ങൾക്ക് ക്യാൻവയോ പിക്സാർട്ടോ ഏത് വേണേലും യൂസ് ചെയ്യാം കേട്ടോ. എന്നിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് ആ ഒരു ബാക്ക്ഗ്രൗണ്ടിലേക്ക് കൊടുത്തിട്ട് ബ്ലെൻഡ് എന്നുള്ള ഓപ്ഷനിൽ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ബാക്ക്ഗ്രൗണ്ടായിട്ട് അത് സെറ്റ് ചെയ്തിട്ട് പോയിക്കോളും. എൻ്റെ റെഗുലർ വ്യൂവേഴ്സ് ആണെങ്കിൽ അവർക്ക് എന്തായാലും മനസ്സിലാവുന്നുണ്ടാവും. ഇതിനു മുമ്പും ഒരുപാട് തവണ ഞാൻ എൻ്റെ വീഡിയോസിൽ പറഞ്ഞിട്ടുള്ളതാണ്. പിന്നെ നമുക്കിതിലേക്ക് വേണ്ട ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് ഈ ഡീറ്റെയിൽസ് അറിയില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് എൻ്റെ ഇൻസ്റ്റയിൽ നോക്കിക്കഴിഞ്ഞാൽ ഞാനതിൽ പിക്ക് ഇട്ടിട്ടുണ്ടാവും. ആ ഒരു സെയിം ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്നതാണ്. ഇതൊക്കെ ഞാൻ ബിഗിനേഴ്സിന് വേണ്ടിയിട്ടാണ് പറയുന്നത്, ബിഗിനേഴ്സിന് എന്നല്ല. ഈ ഒരു നിക്കാഹ് നമ ബുക്ക്ലെറ്റ് എന്തായാലും വേറെ ആരും ചെയ്തിട്ട് ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ പക്ഷേ എഡിറ്റിങ്ങും കാര്യങ്ങളും ഫ്രെയിമൊക്കെ ഓൾറെഡി എല്ലാവർക്കും അറിയുന്നതായിരിക്കും എന്ന് വിചാരിക്കുന്നു. അറിയാത്തവർക്കും അതിൻ്റെ ഡീറ്റെയിൽസ് എന്ത് കൊടുക്കണം അറിയാത്തവർക്കൊക്കെ ജസ്റ്റ് ഒന്ന് എൻ്റെ ഇൻസ്റ്റ പോയിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ എന്തായാലും പിക്ക് എന്തായാലും അപ്ലോഡ് ചെയ്യുന്നതാണ്. ആ ഒരു ടൈമിൽ നിങ്ങൾക്കത് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ. പിന്നെ അതുപോലെ തന്നെയാണ് പിക്സാർട്ടിൽ ബിഗിനേഴ്സ് ആയവരായിരിക്കണം. സേവ് ചെയ്യാൻ പറ്റുന്നില്ല, നമ്മൾക്ക് അത് ചെയ്യാൻ പറ്റുന്നില്ല, ഇത് ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ അതിൽ എല്ലാം നമുക്ക് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതല്ല. അതിൽ നമ്മൾക്ക് ഒരു 50%ഓളം ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒരു 50%ഓളം പെയ്ഡാണ്. അപ്പോൾ നിങ്ങൾ അതിൻ്റെ മുകളിലായിട്ട് ചെറിയൊരു കുഞ്ഞ് ഒരു ക്രോൺ പോലെ കാണാൻ പറ്റും. അപ്പോൾ അതൊക്കെ പ്രൈം മെമ്പർഷിപ്പിന് മാത്രം യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ചിലപ്പം ഇതിൽ ഞാൻ ഉപയോഗിക്കുന്ന സെയിം ഫോണ്ട് നിങ്ങൾക്ക് എടുക്കാമെന്ന് വെച്ചാൽ പറ്റത്തില്ല. ഞാനത് പ്രൈം മെമ്പർഷിപ്പ് ഉള്ളത് കൊണ്ട് മാത്രമാണ് എനിക്കത് സേവ് ചെയ്യാൻ പറ്റുന്നുള്ളത്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരുപാട് ഫോൺസ് ഉണ്ട്, അത് സെലക്ട് ചെയ്യേണ്ടി വരും കേട്ടോ. ഒരുപാട് പേര് വീഡിയോൻ്റെ താഴെ വന്നിട്ട് പറയുന്നതാണ് നമ്മൾക്കത് സേവ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത്. പക്ഷേ വീഡിയോയിൽ ഞാൻ ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട്, അങ്ങനെയുള്ള എടുത്തു കഴിഞ്ഞാൽ പെയ്ഡായിട്ടുള്ളത് എടുത്തു കഴിഞ്ഞാൽ നമ്മൾക്ക് സേവ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള കാര്യം. അതുപോലെ തന്നെ ഈ ഒരു ലൈൻ നമ്മൾക്ക് താഴെ സ്റ്റിക്കർ എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. ആ ഒരു സ്റ്റിക്കറിൽ ജസ്റ്റ് സെർച്ച് ബാറിൽ ലൈനിന്ന് സെർച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് ലൈൻസ് വരും. അതിൽ നമ്മൾക്ക് വേണ്ടത് ഏതാണോ അത് സെലക്ട് ചെയ്തിട്ട് ഇതുപോലെ രണ്ട് സൈഡിൽ ഗ്രൂം ബ്രൈഡ് എന്ന് കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒരു സൈൻ ചെയ്യാനുള്ള ഒരു സ്പേസ് കൊടുക്കാം. അപ്പോൾ എഡിറ്റിങ് ഇതിൽ കാണിക്കുന്ന ഇതേ സെയിം ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ എന്തായാലും അത് പ്രിൻ്റ് എടുത്ത് വന്നിട്ടുണ്ട്. ഞാൻ എല്ലാ വീഡിയോയിലും റിപ്പീറ്റായിട്ട് പറയുന്നതാണ്, ഞാൻ ഇവിടുന്ന് തന്നെയാണ് പ്രിൻ്റ് എടുക്കുന്നുള്ളത്. എൻ്റെ അടുത്ത് എപ്സൻ്റെ പ്രിൻ്ററാണുള്ളത്. അപ്പോൾ ഹൈ ക്വാളിറ്റി മാറ്റ് ഫിനിഷിങ് പ്രിൻ്റ് വരുന്നുണ്ട്, അതിലാണ് കേട്ടോ ഞാനിത് എടുത്തിട്ടുള്ളത്. എന്താണെന്ന് വെച്ചാൽ അതിൽ ബ്രൈഡും ഗ്രൂമും സൈൻ ചെയ്യേണ്ടതാണ്. അപ്പം ഗ്ലോസി പേപ്പറിലാണെങ്കിൽ അത്ര നല്ല രീതിയിൽ അതിൽ സൈൻ ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു പേപ്പർ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ മാറ്റ് ഫിനിഷിങ്ങിലാണ് പ്രിൻ്റ് എടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾക്ക് ഇതിന് വേണ്ട ഇനി ഐറ്റംസ് എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് ക്ലോത്ത് ആവശ്യമാണ്. അപ്പോൾ ഇത് ഞാൻ നമ്മുടെ ഡ്രസ് മെറ്റീരിയൽ കിട്ടുന്ന ഷോപ്പ് ഉണ്ടാവുമല്ലോ, ഞാൻ
എൻ്റെ ഇവിടെ അബാബിൽ എന്ന് പറഞ്ഞിട്ട് ഷോപ്പുണ്ട്, അതുപോലെ തന്നെ പരാഗ്, KG2 അങ്ങനെ ഒരുപാട് ഷോപ്സ് അവൈലബിൾ ആണ്. അവിടുന്ന് നമുക്ക് ഇതിനുള്ള ഏകദേശം മെറ്റീരിയൽസൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ സൈഡിലേക്ക് കൊടുക്കാനായിട്ട് ഇതുപോലെ ജസ്റ്റ് കുഞ്ഞി കുഞ്ഞി പുകൾ വരുന്ന രീതിയിലുള്ളതാണ് എടുത്തിട്ടുള്ളത്. അത് ഇങ്ങനെ തന്നെ കൊടുക്കണം എന്നൊന്നുമില്ല. നമ്മുടെ ആക്രിലിക് കട്ട് ഉണ്ടല്ലോ, അത് ജസ്റ്റ് 4 സൈഡിലേക്കും ഏതെങ്കിലും ഒരു മോഡലിൽ കട്ട് ചെയ്തിട്ട് എടുത്താലും മതി. അത് കുറച്ചുകൂടി ഈസിയാണ് കേട്ടോ. ഇത് കുറച്ചുകൂടി നമ്മളുടെ ടൈം പോകുന്നുണ്ട്. പിന്നെ നമുക്ക് വേണ്ട ഇതുപോലെ ഗോൾഡ് മിററിൽ നെയിം കട്ട് ചെയ്തെടുത്തതാണ്. പിന്നെ ആക്രിലിക് കട്ട്, പിന്നെ നമുക്കത് അതിന് വേണ്ടിയിട്ട് അതിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഗ്ലൂ മസ്റ്റാണ്. പിന്നെ നമുക്ക് ഈ ഒരു പെന്ന് വാങ്ങാൻ കിട്ടുന്നുണ്ട്, 200ൻ്റെ അടുത്തുണ്ട് കേട്ടോ റേഞ്ച്. പിന്നെ കാർഡ്ബോർഡ് ഷീറ്റ്, കുറച്ച് തിക്കായിട്ടുള്ള കാർഡ്ബോർഡ് ഷീറ്റ് തന്നെയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ കാർഡ്ബോർഡ് ഷീറ്റിൻ്റെ റേറ്റ് ഒരു 30 or 50 ആയിരിക്കും, എനിക്ക് മറന്നുപോയി. അതുപോലെ ഈ ഒരു പെന്നിപ്പം നിങ്ങൾ ഇത് വാങ്ങുന്നില്ലെങ്കിൽ ജസ്റ്റ് ഇതുപോലെയുള്ള കുറച്ച് ക്യൂട്ടായിട്ടുള്ള പെന്ന് കിട്ടും, അതിലേക്ക് ഫെദർ ജസ്റ്റ് ഒന്ന് ഗ്ലൂ ചെയ്ത് കൊടുത്താൽ മതി. ഇത് ഞാൻ എന്തായാലും റെഡിമെയ്ഡായിട്ട് വാങ്ങിയിട്ടുള്ളതാണ്. പിന്നെ നമ്മുടെ കാർഡ്ബോർഡ് ഷീറ്റിൽ ഈ ഒരു ഞാനിപ്പം ഇത് A4 സൈസിലാണ് കേട്ടോ ചെയ്യുന്നുള്ളത്. അപ്പം ഇത് വെച്ചിട്ടൊന്ന് ജസ്റ്റ് എല്ലാ സൈഡിലേക്കും ഒരു 1/2 സെൻറ്റിമീറ്ററോ അങ്ങനെ എന്തെങ്കിലും വിട്ടിട്ട് വേണം നിങ്ങൾ കട്ട് ചെയ്തെടുക്കാൻ. ഞാൻ വെച്ചിട്ടാകുമ്പോൾ കട്ട് ചെയ്യുമ്പോൾ ഒക്കെ കറക്റ്റായിരുന്നു, പക്ഷെ പിന്നീട് സൈസ് ചെറുതായി പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ മാർക്ക് ചെയ്തതായിരിക്കില്ല കട്ട് ചെയ്തത്, അതായിരിക്കണം സംഭവിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കിയിട്ട് ചെയ്യണം കേട്ടോ. ഞാൻ മാർക്ക് ചെയ്തതും പക്ഷെ ആ ഒരു കാർഡ്ബോർഡിൽ ജസ്റ്റ് ഒരു എന്തോ ഒരു അടയാളം കാണുന്നുണ്ട്. ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുമ്പോഴാണ് കേട്ടോ ശ്രദ്ധിക്കുന്നത്. അപ്പോൾ ഞാൻ കട്ട് ചെയ്തിട്ടുള്ളത് ഞാൻ മാർക്ക് ചെയ്തതല്ല, അതിൽ ഓൾറെഡി ഇല്ല ആ ഒരു മാർക്കിൻ്റെ മുകളിലൂടെയാണ്. അതുകൊണ്ട് സൈസ് ഒന്ന് ചെറുതായിട്ട് വന്നിട്ടുണ്ട്. കുഴപ്പമില്ല, കട്ട് ചെയ്തിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അതൊക്കെ ഒന്ന് നോക്കിയും കണ്ട് ചെയ്യുക. ഒന്നാമത് നമ്മുടെ കാർഡ്ബോർഡ് ഷീറ്റ് ആകുമ്പോൾ അതിൽ ഇഷ്ടം പോലെ മാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതാണ് കേട്ടോ പറ്റിയത്. അപ്പോൾ ഞാനിതിൽ 28 സെൻറ്റിമീറ്ററാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതല്ല കറക്റ്റ്. ഞാൻ ഇപ്പം വീഡിയോ ശ്രദ്ധിച്ച് നോക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ട് മാർക്ക് ചെയ്തതും ഞാൻ ലൈൻ ഇടുന്നതും തമ്മിൽ ഡിഫറൻറ്റ് വന്നിട്ടുണ്ട്. ആ ഒരു ടൈമിൽ മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമുക്ക് ഈ ഒരു ക്ലോത്തിലേക്ക് ഈ കാർഡ്ബോർഡ് ഷീറ്റ് ഒന്ന് സ്റ്റിക്ക് ചെയ്തെടുക്കാം. കുറച്ച് പാടാണ് കേട്ടോ. ബാക്കിയുള്ളതിനെ അപേക്ഷിച്ചിട്ട് നമുക്ക് എന്തായാലും നല്ല ഫിനിഷിങ്ങിൽ കിട്ടണം. അറിയാലോ, നമുക്ക് മാരേജിന് അവർക്ക് സൈൻ ചെയ്യാൻ വേണ്ടിയുള്ളതാണ്. അപ്പോൾ അതിൻ്റെതായ ഫിനിഷിങ് കാര്യങ്ങളൊക്കെ വരണം. അപ്പം കുറച്ചൊന്ന് ടൈം എടുത്തിട്ട് തന്നെ സ്റ്റിക്ക് ചെയ്യാൻ നോക്കുക. നല്ല രീതിയിൽ ബബിൾസ് ഒന്നും ഇല്ലാതെ നല്ല ടൈറ്റായി പിടിച്ചിട്ട് തന്നെ സ്റ്റിക്ക് ചെയ്യുക. അല്ലെങ്കിൽ പിന്നെ അതൊരു ഫിനിഷിങ് ഇല്ലാതെ പോലെ ഉണ്ടാവും. അപ്പം ഞാനിതിൽ യൂസ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഫെവി ബോണ്ടോ അല്ലെങ്കിൽ അതിൻ്റെ വേറെ സെയിം സാധനം തന്നെയാണ് കേട്ടോ. അത് ഏതെടുത്താലും ഒരുപോലെയാണ്. അപ്പം ജസ്റ്റ് ഒന്ന് സ്റ്റിക്ക് ചെയ്തതിന് ശേഷം നന്നായി വലിച്ച് പിടിച്ചിട്ട് ഇത് ചെയ്യുക. അല്ലെങ്കിൽ പിന്നെ ബബിൾസും കാര്യങ്ങളൊക്കെ വന്നിട്ട് നല്ല ബോറാവും. അതുപോലെ തന്നെ ഞാൻ ഈ ഒരു ക്ലോത്ത് 1/2 മീറ്ററാണ് എടുത്തിട്ടുള്ളത്. ഇത് 1 മീറ്റർ 500 rupees അങ്ങനെ വരുന്നുണ്ട്. ഹാഫിന് 250 ആ ഒരു റേഞ്ചാണ് കേട്ടോ വരുന്നുള്ളത്. അപ്പോൾ എന്തായാലും 1/2 മീറ്റർ എന്തായാലും എടുക്കേണ്ടി വരും. പിന്നെ അതുപോലെ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇത് ട്രൈ ചെയ്യുന്നുള്ളത്. അപ്പോൾ ഞാൻ ട്രൈ ചെയ്യുന്ന ടൈമിൽ തന്നെ നിങ്ങൾക്കും കൂടി ചെയ്തായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നിയത് ഈ ഒരു ഞാൻ അതിൻ്റെ ഇൻസൈഡിലും ഇതുപോലെ ഫുള്ളായിട്ട് ക്ലോത്ത് കൊടുക്കുന്നുണ്ട്. അത് ശരിക്കും അങ്ങനെ ചെയ്യേണ്ടിയിരുന്നില്ല എന്ന് തോന്നി. ജസ്റ്റ് ഒന്ന് പുറകു വശത്ത് മാത്രം കൊടുത്തിട്ട് ഉള്ളിലേക്ക് ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് അതിനുശേഷം ഉള്ളിലേക്ക് ഒരു ബ്ലാക്ക് ചാർട്ടോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കൊടുത്താൽ മതിയായിരുന്നു എന്ന് തോന്നുന്നു. എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ക്ലോത്തിലേക്ക് പേപ്പേഴ്സ് ഏത് ഗ്ലൂ വെച്ചിട്ടും നിൽക്കുന്നുണ്ടായിരുന്നില്ല, അതായിരുന്നു സത്യം. ലാസ്റ്റ് ഫ്ലെക്സ് ക്യൂക്ക് യൂസ് ചെയ്തിട്ടാണ് കേട്ടോ ജസ്റ്റ് നിന്നിട്ടുള്ളത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഒരു ക്ലോത്ത് ഇൻസൈഡ് കൊടുക്കുന്നതിന് പകരം ഔട്ട് സൈഡ് മാത്രം കൊടുത്തിട്ട് ജസ്റ്റ് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. എന്താണെന്ന് വെച്ചാൽ സൈഡൊക്കെ ഫിനിഷായിട്ട് കാണണം. അതിനുശേഷം ഒരു ബ്ലാക്ക് ചാർട്ടൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി ഈസി ആവുമെന്ന് തോന്നുന്നു. അങ്ങനെ ട്രൈ ചെയ്ത് നോക്കുന്നതായിരിക്കും കുറച്ചുകൂടി ബെസ്റ്റ്. അല്ലെങ്കിൽ പിന്നെ ഇതുപോലെ ഗ്ലൂ വെച്ചിട്ട് ആ ഒരു പേപ്പേഴ്സ് ഒട്ടിക്കാൻ നല്ല ഡിഫിക്കൽട്ട് വന്നിട്ടുണ്ട്.
ഇതായിരുന്നു കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞത്. ഞാൻ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തതിലല്ല കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായത്. പിന്നെ നമ്മൾക്ക് കാർഡ് ബോർഡൊക്കെ പിന്നെയും കട്ട് ചെയ്തിട്ട് ഒന്നുകൂടി ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല ബുദ്ധിമുട്ടാണ്. അതിനേക്കാൾ നല്ലത് ഇതുപോലെ നമുക്ക് പ്രിൻ്റ് കട്ട് ചെയ്തെടുക്കുന്നതാണ്. പക്ഷെ മാഷാഅല്ലാഹ് ബോറും കാര്യങ്ങളൊന്നും ആയിട്ടില്ല. കറക്റ്റ് ആ ഒരു എക്സ്ട്രാ പോർഷൻ കട്ട് ചെയ്തിട്ടാകുമ്പോൾ കറക്റ്റ് വന്നിട്ടുണ്ട്. പക്ഷെ മാക്സിമം A4 അതുപോലെ തന്നെ കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെ നിങ്ങൾ ചെയ്തെടുക്കാൻ നോക്കുക. അതായിരിക്കും കുറച്ചുകൂടി കാണാൻ ക്യൂട്ടായിരിക്കുന്നതെന്ന് തോന്നുന്നു. ഇനി ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ ക്ലോത്തിൽ എക്സ്ട്രാ വരുന്ന പോർഷനൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞ് ബാക്കിയും കൂടി ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. ഇതിൽ ഇത്രയൊന്നും ക്ലോത്ത് യൂസ് ചെയ്യേണ്ടിയിരുന്നില്ല എന്ന് തോന്നിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇൻസൈഡ് ആണെങ്കിലും അതിൻ്റെ സൈഡ്സിലൊക്കെ ആണെങ്കിലും അത്രയും ക്ലോത്ത് യൂസ് ചെയ്യേണ്ടിയിരുന്നില്ല എന്ന് തോന്നി. യൂസ് ചെയ്തതുകൊണ്ട് കുഴപ്പമുണ്ടായത് ആകെ ജസ്റ്റ് ഒന്ന് ആ ഒരു പ്രിൻ്റ് ഒന്ന് സ്റ്റിക്ക് എടുക്കാൻ മാത്രമാണ്. അപ്പോൾ അതൊക്കെ നിങ്ങൾ നോക്കിയിട്ട് ചെയ്യാം. എന്തായാലും 90% നിങ്ങൾക്ക് ഇതിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാവും. പിന്നെ അതുപോലെ എനിക്ക് കുറച്ചുകൂടി ബെറ്ററായിട്ട് തോന്നുന്നതാണ് കേട്ടോ ഞാൻ ഇതിൽ നിങ്ങൾക്ക് എക്സ്ട്രാ പറയുന്നുള്ളത്. എന്താ വെച്ചാൽ ഇത് ഒരുപാട് ക്ലോത്ത് പോകുമ്പോൾ നമുക്കത് പ്രിൻ്റ് ഒട്ടിക്കാൻ വേണ്ടിയിട്ടുള്ള ബുദ്ധിമുട്ട് കൊണ്ട് മാത്രമാണ്. ഇങ്ങനെ ചെയ്തെടുക്കുന്നതിനും കുഴപ്പമൊന്നുമില്ല. ഞാനെന്തായാലും ഇങ്ങനെയാണല്ലോ ചെയ്തിട്ടുള്ളത്. ഇനി ഞാൻ സൈഡിലേക്ക് ഈ ഒരു ഗോൾഡൻ പേളാണ് കേട്ടോ കൊടുക്കുന്നുള്ളത്. പക്ഷേ ഇത് നിങ്ങൾക്ക് ആക്രിലിക് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ J&J എന്നുള്ളത്. അതുപോലെ നമ്മൾക്ക് വേണമെങ്കിൽ സൈഡിലേക്കുള്ള ജസ്റ്റ് കുഞ്ഞ് ബോർഡർ ഒന്ന് കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതായിരുന്നു. അത് കുറച്ചുകൂടി ഈസി ആയിരുന്നു. ഇതൊരു മീറ്ററിന് 30 റുപ്പീസാണ് കേട്ടോ വരുന്നുള്ളത്. ഒരു മീറ്റർ കൊണ്ട് നമ്മൾക്ക് 4 സൈഡിലേക്ക് ആവത്തില്ല. അപ്പോൾ 2 മീറ്റർ എടുക്കേണ്ടി വരും. അപ്പം 60 റുപ്പീസ്. അപ്പോൾ ഇതിലേക്ക് ഗ്ലൂ വെച്ചിട്ട് നമ്മൾക്ക് ഒട്ടിക്കാൻ പറ്റും. പക്ഷെ അത് കുറച്ചൊരു ബോറായിട്ട് ചിലപ്പം കാണാൻ ചാൻസ് ഉണ്ട്. ഗ്ലൂവിൻ്റെ ചെറിയൊരു വൈറ്റ് പോർഷനൊക്കെ കാണാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാനിത് കൈനോട് തന്നെ തുന്നിയെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നുള്ളത്. പക്ഷേ ഇപ്പം ഞാൻ വീഡിയോയിൽ ജസ്റ്റ് ഒരു മാക്സിമം ഒരു 6-7 സ്ഥലത്ത് മാത്രമേ കൊടുക്കുന്നതായിട്ട് കാണിക്കുന്നുള്ളൂ. അതിനുശേഷം ഞാൻ മൊത്തത്തിൽ കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ പിന്നെ അത് കറക്റ്റായിട്ട് നിൽക്കുന്നില്ല. അപ്പം ഇങ്ങനെ തന്നെ ചെയ്യണം എന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് ആ ഒരു ആക്രിലിക് കട്ടിൽ എന്തെങ്കിലും ഡിസൈൻ ചെയ്തെടുത്തിട്ട് 4 സൈഡിലും അത് ഒട്ടിച്ച് കൊടുത്താൽ കുറച്ചുകൂടി ടൈം സേവ് ചെയ്യാൻ പറ്റും. എല്ലാത്തിനും അതിൻ്റേതായ ഭംഗിയുണ്ട്. കുറച്ച് എഫേർട്ട് എടുത്തു കഴിഞ്ഞാൽ അത് കുറച്ചുകൂടി അട്രാക്ഷൻ ആവും. അതുപോലെ തന്നെ നമ്മൾക്ക് കസ്റ്റമറിൻ്റെ അടുത്തൊന്നും കുറച്ചുകൂടി റേറ്റ് കൂട്ടി വാങ്ങേണ്ടി വരും. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ഗോൾഡിൽ നമ്മളുടെ നെയിം ചെയ്തെടുക്കുന്നുണ്ടല്ലോ, അത് നിങ്ങളുടെ അവിടെ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് തന്നെ ഒന്ന് ഇൻസ്റ്റയിൽ മെസ്സേജ് ചെയ്താൽ മതി. നിങ്ങൾക്ക് ആ ഒരു ഐറ്റം ഞാൻ എത്തിച്ചേരുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ സേവ് ദ ഡേറ്റ് ചെയ്യുമ്പോഴും ഈ ഒരു കാർഡ് ഇപ്പം കുറച്ചൊന്ന് ഇപ്പോൾ അല്ല യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് തന്നെ ഒരു 8 മന്തോ അതിൽ കൂടുതലായിട്ടുണ്ടാവും. പക്ഷേ അധികം കസ്റ്റമേഴ്സിന് ഇപ്പം വേണ്ടത് ഈ ഒരു ടൈപ്പാണ്. അപ്പോൾ നിങ്ങൾക്ക് ആ കാർഡ് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിലൊക്കെ അതിൻ്റെ ഇൻഷാല്ലാ ഞാൻ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ നെക്സ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ അതിൽ തന്നെ ഞാൻ റേറ്റും കാര്യങ്ങളൊക്കെ പറയാം. ഇപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യമായിട്ട് വേണ്ടവർ ജസ്റ്റ് ഒന്ന് തന്നെ ഇൻസ്റ്റയിൽ മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ. നിങ്ങൾക്ക് ഈ ഒരു കട്ടൗട്ട് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഗോൾഡ് മിററിൽ എൻഗ്രേവിങ് അങ്ങനെയാണെന്ന് തോന്നുന്നു പറയുന്നത്, അങ്ങനെ ചെയ്യുന്നത് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് എനിക്ക് മെസ്സേജ് ചെയ്താൽ മതി. ഞാൻ നിങ്ങൾക്ക് ആ ഒരു ഐറ്റം അവിടെ എത്തിച്ചു തരുന്നതാണ്.
പിന്നെ ഞാൻ ഇതിൽ സെൻറ്ററിലേക്ക് ആ ഒരു ഗോൾഡ് ഷീറ്റാണ് കൊടുക്കുന്നുള്ളത്. അതും സ്റ്റിക്ക് ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടിയിട്ടുണ്ട്. ഞാൻ ഫസ്റ്റ് പറഞ്ഞല്ലോ, ക്ലോത്തിൽ നമ്മുടെ ഈ പേപ്പേഴ്സൊക്കെ സ്റ്റിക്ക് ചെയ്യാൻ നല്ല ബുദ്ധിമുട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ പ്രിൻ്റ് സ്റ്റിക്ക് ചെയ്യാനും ബുദ്ധിമുട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതെന്തായാലും നിങ്ങൾ പറ്റുവാണെങ്കിൽ ഉള്ളിൽ പേപ്പേഴ്സ് തന്നെ കൊടുക്കാൻ നോക്കുക. അല്ല ക്ലോത്ത് കൊടുക്കുന്നതാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഫ്ലെക്സ് ക്വിക്ക് യൂസ് ചെയ്തിട്ട് തന്നെ ഓരോ സ്ഥലത്തും ഫ്ലെക്സ് ക്യൂക്ക് കൊടുത്തിട്ട് അതപ്പം തന്നെ ഒട്ടിച്ചെടുക്കുക. അല്ലാതെ ഒരുമിച്ച് കൊടുത്തിട്ട് ഒട്ടിക്കാനൊന്നും പറ്റത്തില്ല. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഞാൻ ഫസ്റ്റ് എന്തായാലും ഫെവിക്കോൾ യൂസ് ചെയ്തിട്ട് സ്റ്റിക്ക് ചെയ്യും എന്നുള്ള പ്രതീക്ഷയിലാണ് കേട്ടോ കൊടുത്തത്. പക്ഷെ അത് കുറച്ച് സ്ഥലത്ത് സ്റ്റിക്ക് ചെയ്തിട്ട് നിന്നിട്ടുണ്ട്. ബാക്കി അങ്ങനെ സ്റ്റിക്ക് ചെയ്യാതെടുത്ത് ഞാൻ ഫ്ലെക്സ് ക്യൂക്ക് വെച്ചിട്ട് സ്റ്റിക്ക് ചെയ്തെടുത്തതാണ്. അത് ഫസ്റ്റ് ഒരുപാട് ഗ്ലൂ യൂസ് ചെയ്ത് നോക്കി, ഒന്നും റെഡി ആവുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഫ്ലെക്സ് ക്യൂക്ക് എന്തായാലും റെഡി ആയിട്ടുണ്ട്. ഇനി ചിലപ്പം നിങ്ങൾ പറയും ഇത് ഇങ്ങനെയൊന്നുമല്ല ചെയ്യേണ്ടത്, ഇതിന് ശരിക്കും ചിലപ്പം വേറെ എന്തെങ്കിലും മെത്തേഡ് ഉണ്ടോ എനിക്കറിയത്തില്ല. പക്ഷേ എനിക്കിപ്പം തോന്നുന്നത് എനിക്ക് വേറെ ആരും എന്തായാലും വീഡിയോയും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. പിന്നെ വേറെ നമുക്കറിയാൻ പറ്റത്തില്ല. അപ്പോൾ എനിക്ക് എൻ്റെ ഐഡിയയിൽ തോന്നുന്ന രീതിയിലാണ് കേട്ടോ ഞാൻ എൻ്റെ ഏത് ഗിഫ്റ്റാണെങ്കിലും ചെയ്തെടുക്കാറുള്ളത്. എൻ്റെ യൂട്യൂബിൽ വരുന്ന അധിക വീഡിയോസും ഞാൻ എൻ്റെ ഐഡിയയിൽ നിന്ന് തന്നെയായിരിക്കും ഇതിങ്ങനെ ആയിരിക്കും വരുന്നതെന്ന് വെച്ചിട്ടാണ് നിങ്ങൾക്ക് ചെയ്ത് കാണിക്കുന്നുള്ളത്. എന്തായാലും സംഭവം റെഡിയാവുന്നുണ്ട്. അപ്പോൾ ചിലപ്പം ഇതിൽ ഉപയോഗിക്കുന്ന ഗ്ലൂ സ്പെഷ്യൽ ഗ്ലൂ ഉണ്ടോ അതൊന്നും എനിക്കറിയത്തില്ല. ഞാൻ എന്തായാലും ഇങ്ങനെയാണ് കേട്ടോ സെറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. അതുപോലെ ഇതുപോലെയുള്ള നെയിമും നമുക്ക് ഒരുപാട് നെയിമൊക്കെ മറ്റേ ലേസർ കട്ടൊക്കെ ചെയ്തിട്ട് നിങ്ങൾ അവിടെ കിട്ടുന്നില്ല, റേറ്റ് കൂടുതലാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ എന്തായാലും എന്നെ ഇൻസ്റ്റയിൽ ഒന്ന് DM ചെയ്യട്ടോ. അപ്പോൾ ഞാൻ റേറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. അതുപോലെ സാധനം നിങ്ങൾക്ക് എത്തിച്ചു തരാം. താല്പര്യമുള്ളവർ ഒന്ന് DM ചെയ്താൽ മതിയാവും. അപ്പോൾ ഇത് നല്ല ടൈം എടുത്തിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പം നിങ്ങളുടെ റിക്വസ്റ്റ് പ്രകാരം മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത്. ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ മാരേജിന് ഗിഫ്റ്റ് ചെയ്തായിരുന്നു. ഞാൻ ഇതല്ല ഗിഫ്റ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചത്, പക്ഷെ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് എന്തായാലും ചെയ്തിട്ടുള്ളത്. കുറച്ച് അത്യാവശ്യം ടൈമും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. ഞാൻ രാവിലെ ഒരു 6 മണിക്ക് ഇരുന്നിട്ട് തന്നെ എനിക്കൊരു 10-11 മണിയൊക്കെ ആയിട്ടുണ്ട് ഇത് കംപ്ലീറ്റ് ചെയ്ത് വരുമ്പോൾ. പിന്നെ ഫസ്റ്റ് ടൈം അല്ലേ, അപ്പോൾ കുറച്ചുകൂടി ടൈം അധികം എടുക്കും. അതുപോലെ തന്നെ ഇതിലേക്ക് വേണ്ട മെറ്റീരിയൽ കോസ്റ്റും കമ്പാരിറ്റീവ്ലി കുറച്ച് കൂടുതലാണ്. ഒരു 800 അടുത്ത് കോസ്റ്റ് മാത്രം വരുന്നുണ്ട്. ഐറ്റം കോസ്റ്റ് മാത്രമാണ് കേട്ടോ. ബാക്കി ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊന്നും കൂടാതെ അത് മാത്രം അത്ര ഒരു എമൗണ്ട് വരുന്നുണ്ട്. പിന്നെ നല്ല ടൈമും എടുക്കുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ട് നിങ്ങളുടെ റേറ്റ് ഫിക്സ് ചെയ്യുക. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, കമൻറ്റ് ഒന്നും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.